ഹായ് ഗൈസ്, എല്ലാവർക്കും എക്സലൻസ് സെൻറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ സെക്ഷനിൽ 4 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം. ഒന്നാമത്തെ ചോദ്യം ഒരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. ഫോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4. അതായത് ഫോഴ്സുകളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ എ, ബി എന്ന 2 ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഏത് ടൈമിലാണ് ഈ ഒബ്ജക്ട്സ് മീറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. ഇവിടെ എയുടെയും ബിയുടെയും പാത്തുകൾ ക്രോസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പൊസിഷൻ സെയിം ആവുക. തന്നിരിക്കുന്ന ഗ്രാഫിൽ ഈ ഒരു പോയിന്റിൽ എയുടെയും ബിയുടെയും പൊസിഷൻ ഈക്വലാണ്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിലാണ് ഈ വസ്തുക്കൾ കണ്ടുമുട്ടുക. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ്. സോ അവർ ആൻസർ ഈസ് 3 സെക്കൻഡ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോ. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ വർക്ക് ഡൺ അത് ഫോളോ ചെയ്യുന്ന പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇൻ എനി ക്ലോസ്ഡ് പാത്ത് വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് 0. ഏതൊരു ക്ലോസ് പാത്തിലും കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. ഈ 2 പ്രോപ്പർട്ടീസും നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. നാലാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമുക്ക് ആ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റായി ഇതിന് ഉത്തരം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർമുല രൂപത്തിലും ഇതിന് ഉത്തരം എഴുതാം. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഈ 2 രീതിയിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഇവിടെ ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ഉള്ളത്. ഏതെങ്കിലും 6 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 1 by 1 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ with temperature from 0 degrees Celsius. In the graph, mark the temperature at which water has maximum density. അതായത് ഒരു ഗിവൺ മാസ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും താപനില കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എങ്ങനെ മാറുന്നു എന്നത് കാണിക്കുന്ന ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിൽ ജലത്തിന് പരമാവധി ഡെൻസിറ്റി സാന്ദ്രത ഏത് താപനിലയിലാണ് എന്നതും കൂടെ അടയാളപ്പെടുത്തണം. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇതിന് നമ്മൾ അനോമലിയസ് ബിഹേവിയർ എന്ന് പറയും. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ജലത്തിൻ്റെ. ഇത് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും താപനില കൂട്ടുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നത് വരെ അതിൻ്റെ വ്യാപ്തം കുറയുകയും 4 ഡിഗ്രിക്ക് ശേഷം വ്യാപ്തം കൂടുകയും ചെയ്യും. അതുകൊണ്ട് സാന്ദ്രത ഡെൻസിറ്റി ഏറ്റവും കൂടുതലുണ്ടാവുക 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് ഇവിടെ 0 ഡിഗ്രിയിൽ ഉള്ളതിനേക്കാൾ കുറവ് വ്യാപ്തമാണ് 4 ഡിഗ്രി സെൽഷ്യസിലുള്ളത്. ഈ ജലത്തിൻ്റെ ഈ ഒരു സവിശേഷത കൊണ്ടാണ്
തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ ജലത്തിൻ്റെ മുകളിൽ കട്ടി കൂടിയ ഐസ് പാളിയും താഴെ ജലവും ആയി കാണപ്പെടുന്നത്. ഇത് മത്സ്യങ്ങൾക്കും അതുപോലെയുള്ള ജീവജാലങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു സവിശേഷതയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സബ്ലിം മെറ്റീരിയൽ. സബ്ലിമേഷൻ, സാധാരണ നമ്മൾ ഒരു സോളിഡ് മെറ്റീരിയലിനെ ചൂടാക്കുമ്പോൾ അത് ഉരുകി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവുകയും വീണ്ടും താപനില വർദ്ധിപ്പിക്കുമ്പോൾ അത് വാതകാവസ്ഥയിലേക്ക് മാറുകയുമാണ് ചെയ്യാറ്. എന്നാൽ ചില പ്രത്യേക സോളിഡ് മെറ്റീരിയൽസ് ഡയറക്റ്റായി ഗ്യാസായി മാറുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയാണ് സബ്ലിമേഷൻ. So sublimation is the process in which a solid material is directly converted to gaseous state. ഇതിനൊരു എക്സാമ്പിളായി നമുക്ക് ക്യാംഫർ എഴുതാവുന്നതാണ്. Question number 7. ഇവിടെ ലെങ്ത് ഓഫ് 2 bodies measured by a meter scalar, L1 equal to 20 plus or minus 0.5 cm and L2 equal to 15 plus or minus 0.2 cm. Calculate sum of the lengths, difference between the lengths. ഇവിടെ നമുക്ക് രണ്ട് വസ്തുക്കളുടെ നീളം തന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളങ്ങളുടെ തുകയും നീളങ്ങളുടെ വ്യത്യാസവുമാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീളങ്ങൾ നമ്മൾ കൂട്ടുമ്പോൾ അതിൻ്റെ തുക കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ 20 പ്ലസ് 15 അതാണ് സം ഓഫ് ലെങ്ത്. ഇററും നമ്മൾ ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുക, 0.5 പ്ലസ് 0.2. ഇനി നമ്മൾ ഡിഫറൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് എന്ന് പറയുന്നത് 20 മൈനസ് 15 ആണ്. എന്നാൽ ഈ കേസിലും ഇറേഴ്സ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്, സബ്സ്ട്രാക്ട് ചെയ്യുകയല്ല. തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, പക്ഷെ ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ഓഫ് 2 ലെങ്ത്സ് ഓർ 2 വാല്യൂസ്, അല്ലെങ്കിൽ ഡിവിഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റേസ് ടു എ പവർ എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും എല്ലാം എറേഴ്സ് ആഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുക. അതുപോലെ റേസ് ടു എ പവർ ആകുമ്പോൾ നമുക്ക് വാല്യൂവിൻ്റെ പവർ കണ്ടുപിടിക്കുക, ഇററിനെ ആ ഗിവൺ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും ഉത്തരം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എട്ടാമത്തെ ചോദ്യം നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ സെക്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടോർക്കാണ്. ബി സെക്ഷനിൽ ടോർക്കുമായി മാച്ച് ചെയ്യുന്നത് നമുക്ക് ആർ ക്രോസ് എഫ് ഉണ്ട്. ടോർക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് ആർ ക്രോസ് എഫ്. അതുകൊണ്ട് ഇത് രണ്ടും മാച്ചിങ് ആണ്. എയിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആംഗുലാർ മൊമെൻറ്റം ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം വിൽ ബി പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് പി. അതാണ് ബി സെക്ഷനിലെ ആദ്യത്തെ ഓപ്ഷൻ. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് മാച്ച് ചെയ്യാം. അടുത്ത ഓപ്ഷനാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എപ്പോഴും നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് നെറ്റ് ടോർക്ക് ആയിരിക്കും 0. ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടേക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ലീനിയർ വെലോസിറ്റിയാണ്. ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ക്രോസ് ആർ ആണ്. അതാണ് നമ്മുടെ ബി സെക്ഷനിലെ മൂന്നാമത്തെ ചോയ്സ്.
ഇത് ഡി തേർഡ് പോയിന്റിലേക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. ഒമ്പതാമത്തെ ചോദ്യം, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് ഫ്രം എ പ്ലാനറ്റ്. ഒരു പ്ലാനറ്റിൽ നിന്നും ഒരു വസ്തുവിന് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ എനർജി ഓവർകം ചെയ്ത് പോകുന്നതിനുള്ള പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എനർജി കൺസർവേഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു ഡെറിവേഷൻ ചെയ്യാൻ കഴിയുക. ഒരു വസ്തുവിൻ്റെ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അത് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ എനർജി ഈ ഇൻഫിനിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ എനർജി, ഈ ഇനീഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി മൈനസ് gmm/r പ്ലസ് ഹാഫ് mv² കൈനറ്റിക് എനർജി ആയിരിക്കും അതിൻ്റെ ഇനീഷ്യൽ എനർജി. ഈ ഇനീഷ്യൽ ഈക്വൽ ടു ഈ ഫൈനൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഈക്വേഷനിൽ നമുക്ക് മൈനസ് gmm/r പ്ലസ് ഹാഫ് mv² ഈക്വൽ ടു 0 എന്നും അതിൽ നിന്നും gmm/r ഈക്വൽ ടു ഹാഫ് mv² എന്നും എഴുതാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കുക, g എന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, m ക്യാപിറ്റൽ M മാസ് ഓഫ് എർത്ത്, സ്മോൾ m മാസ് ഓഫ് ബോഡി, r റേഡിയസ് ഓഫ് എർത്ത്, v എസ്കേപ്പ് വെലോസിറ്റി. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ v എസ്കേപ്പ് ഈക്വൽ ടു √2gm/r എന്ന് എഴുതാവുന്നതാണ്. ഇതിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഈക്വൽ ടു gm/r² എന്നൊരു ഫോർമുല ഉണ്ട്. അത് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ മുകളിലും താഴെയും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2gm/r² ഇൻറ്റു r എന്ന് ലഭിക്കും. അവിടെ നമുക്ക് g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് വിൽ ഗീവ് us എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു √2gr. പത്താമത്തെ ചോദ്യം നോക്കാം. A wave traveling along a string is described by y of xt equal to 0.005 sin 80.x minus 3t, in which the numerical constants are in SI units. Calculate the wavelength and frequency of the wave. നമുക്കിവിടെ ഒരു വേവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് എല്ലാം SI യൂണിറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വേവിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യും നോക്കാം. തന്ന ഇക്വേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് വേവ് ഇക്വേഷനുമായി കമ്പയർ ചെയ്യുക. അതായത് y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി എന്ന ഇക്വേഷനുമായി കമ്പയർ ചെയ്യുക. ആ കമ്പാരിസണിൽ നമുക്ക് കാണാം k ഈക്വൽ ടു 80, ഒമേഗ ഈക്വൽ ടു 3 അല്ലേ. k എന്നത് 2π/λ ലാംഡയാണ് വേവ് ലെങ്ത്. ഇതിൽ നിന്നും ലാംഡ ഈക്വൽ ടു 2π/k എന്നും k ഈക്വൽ ടു 80 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാംഡ ഈക്വൽ ടു 0.078 മീറ്റർ എന്നും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഒമേഗ ഈക്വൽ ടു 2πf ആണ്. എഫ് ആണ് ഫ്രീക്വൻസി. ഇതിൽ നിന്നും എഫ് ഈക്വൽ ടു ω/2π എന്നും ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഈക്വൽ ടു 3/2π എന്നും ഒമേഗയുടെ വാല്യൂ ഹെഡ്സിലും കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വേവ് ഇക്വേഷൻ y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി എന്ന ഇക്വേഷൻ ഓർത്തിരിക്കണം. അതിൽ k എന്താണ്, ഒമേഗ എന്താണ്, ഇതിൻ്റെ എല്ലാം യൂണിറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഉത്തരം എഴുതുമ്പോൾ യൂണിറ്റുകൾ എഴുതാൻ ശ്രദ്ധിക്കണം. SI യൂണിറ്റുകളാണ് എല്ലാം. അതുകൊണ്ട് വേവ് ലെങ്ത് മീറ്ററിലായിരിക്കും, ഫ്രീക്വൻസി ഹെഡ്സിലായിരിക്കും. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Draw diagram showing first and third harmonics produced in a closed pipe. ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെയും മൂന്നാമത്തെയും ഹാർമോണിക്സ് വരയ്ക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഇവിടെ ക്ലോസ്ഡ് പൈപ്പിന് ഓഡ് ഹാർമോണിക്സ് ആയിരിക്കും ഉണ്ടാവുക. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ, രണ്ടിൻ്റെയും ഓപ്പൺ ആണെങ്കിൽ അതിന് എല്ലാ ഹാർമോണിക്കും ഉണ്ടാകുന്നതാണ്.
ഇവിടെ നോഡ്, ആൻറ്റി നോഡ് ഇതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിത്രം എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ ഇതാണ് ക്ലോസ്ഡ് എൻഡ്, ഇതാണ് ഓപ്പൺ എൻഡ്. തേർഡ് ഹാർമോണിക് ക്ലോസ്ഡ് എൻഡ്, ഓപ്പൺ എൻഡ്. ഈ ഒരു പോയിന്റിനാണ് നോഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റാണ് ആൻറ്റി നോഡ്. അതായത് ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കുറവുള്ള പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള പോയിന്റാണ് ആൻറ്റി നോഡ്. ക്ലോസ്ഡ് പൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഹാർമോണിക് എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക് ആയിരിക്കും. തേർഡ് ഹാർമോണിക്കിൽ നമുക്ക് 3/4 ഓഫ് വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതായത് L = 3/4 ലാംഡ. ഈ ഒരു പോയിന്റ് നോഡാണ്, ഇതൊരു നോഡാണ്. ഈ പോയിന്റ് ആൻഡ് ഈ പോയിന്റ് ആൻറ്റി നോഡ്സ് ആണ്. ചോദ്യത്തിൽ നമ്മളോട് ഇത് രണ്ടും വരയ്ക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് ഓപ്പൺ പൈപ്പാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക് എല്ലാം വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓപ്പൺ പൈപ്പാണെങ്കിൽ ഹാർമോണിക്സ് രണ്ട് എൻഡിലും ആൻറ്റി നോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ബി സെക്ഷനിലെ ചോദ്യം നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഓഫ് പൈപ്പ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല, ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് V/4L ആണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല ഓർത്തു. പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈ സെക്ഷനിൽ നമുക്ക് ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്? വെലോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഉറപ്പായ കാര്യമാണ്. ഏത് ലോ ഓഫ് ഫിസിക്സ് ആണ് ഇതിന് സാധൂകരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ നോക്കാനാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ PV = Fx ആണ്. P പ്രഷർ, V വോളിയം, F ബലം, X ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ എ പാർട്ടിൻ്റെ, അതായത് വെലോസിറ്റി കനോട്ട് ബി ആഡഡ് വിത്ത് ടെമ്പറേച്ചർ, വെലോസിറ്റി കനോട്ട് ബി ആഡഡ് വിത്ത് ടെമ്പറേച്ചർ, ഇതിനെ സാധൂകരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇൻ ഡയമെൻഷൻസ് ആണ്. അതായത് ഒരേ യൂണിറ്റ് അല്ലെങ്കിൽ ഒരേ ഡയമെൻഷൻസ് വരുന്ന മെഷർമെൻറ്റ്സിന് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അതായത് നമുക്ക് ലെങ്ത്തും വോളിയവും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ഇല്ലേ? അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഇതിൻ്റെ ബി പാർട്ട്, ഈ ക്വസ്റ്റിൻ്റെ ബി പാർട്ട് ഒരു ഡയമെൻഷണൽ കറക്റ്റ്നെസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. PV ആൻഡ് Fx ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് നോക്കുക? ഇതിൽ P/V ആണ് ആദ്യത്തെ. P പ്രഷർ, ഇവിടെ P/V. ഇതിൽ Pയുടെ ഡയമെൻഷൻ, പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ നോക്കാം. പ്രഷർ = ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL⁻², അല്ലേ? അതിനെ ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ L² ചെയ്താൽ L/L², അതായത് L⁻⁻1 mL⁻⁻1 T⁻²എന്ന് കിട്ടും. ഇതിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ്
കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷനാണ്. ആക്സലറേഷൻ എന്നാൽ വെലോസിറ്റി ബൈ ടൈമാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നും മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം അല്ലേ. എം ഇൻറ്റു എൽ ബൈ ടി ഇൻറ്റു 1/t. എം എൽ ടി റേസ് ടു -2 എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ വോളിയം എന്നത് എൽ ക്യൂബ്. ഇതിൻ്റെ പ്രൊഡക്റ്റാണ് പി ഇൻറ്റു വിയുടെ ഡയമെൻഷൻ. ഇനി എഫ് ഇൻറ്റു എക്സ്. എഫ് അഥവാ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എൽ ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഈ രണ്ട് ഡയമെൻഷൻസും ഈക്വൽ ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇതിന് ഉത്തരം എഴുതുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ഈക്വൽ ആണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. Find the magnitude of the resultant of two vectors A and B in terms of their magnitude and angle theta between them. രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി എന്ന വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇതിൻ്റെ ഉത്തരം എങ്ങനെ ആണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം വെക്ടേഴ്സ് എ ആൻഡ് ബിയെ വരയ്ക്കാം. വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ഇതിന് രണ്ടിനുമിടയിലുള്ള ആംഗിളാണ് തീറ്റ. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ആർ. ഇനി ഈ ഒരു പോയിന്റ് ഒ എയുടെ വെക്ടർ എയുടെ എൻ പോയിന്റ് പി എന്നും ബിയുടെ ക്യൂ എന്നും മാർക്ക് ചെയ്യുന്നു. ഒ എസ് ആണ് റിസൾട്ടൻ്റ് ആർ. ഈ എസിൽ നിന്നും പിയിൽ നിന്നും എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ എൻ എന്ന പോയിന്റ് പെർപെൻഡിക്കുലറായി മീറ്റ് ചെയ്യും. ഇവിടെ ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ഒ ക്യൂ ആൻഡ് പി എസ് ആർ പാരലൽ. അതുകൊണ്ട് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ തന്നെയായിരിക്കും. ഒ എസിന് പെർപെൻഡിക്കുലറായി പി ആറും മാർക്ക് ചെയ്യും. ഇനി ഇവിടെ ആർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. അതുപോലെ ട്രയാങ്കിൾ ഒ എസ് എൻ, ഈ ഒരു ട്രയാങ്കിളിൽ ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ എസ് സ്ക്വയർ അല്ലേ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒ എൻ എന്ന് പറയുന്നത് ഒ പി പ്ലസ് പി എൻ ആണ്. ഒ പി എന്നത് എ തന്നെയാണ്. പി എൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ലൈനിൻ്റെ, അതായത് പി എസ് കോസ് തീറ്റ എന്ന് എഴുതാം ഇല്ലേ. ഈ ആംഗിളാണ് തീറ്റ എങ്കിൽ പി എൻ എന്ന് പറയുന്നത് പി എസ് കോസ് തീറ്റ ആയിരിക്കും. പി എസ് ഈസ് ഈക്വൽ ടു ബി. അങ്ങനെയാകുമ്പോൾ പി എൻ എന്നത് ബി കോസ് തീറ്റയാണ്. അതായത് ഒ എൻ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ എസ് എൻ എന്ന് പറയുന്നത് ബി സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ ഈക്വൽ ടു ഒ എസ് സ്ക്വയർ എന്ന ഫോർമുലയിൽ ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒ എസ് സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഒ എസ് എന്നത് ആറാണ് റിസൾട്ടൻ്റ്. ഈ ഒരു ഫോർമുലയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ തീറ്റ. ഇതിൽ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ
ആൻഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിൽ നിന്നും ബി സ്ക്വയർ പുറത്തെടുത്താൽ ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നെഴുതാം. അത് 1 ആണ് അതിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ആണ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇതിൻ്റെ രണ്ട് സൈഡിലും റൂട്ട് എടുത്ത് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് എഴുതുന്നതാണ്. ഈ ഒരു ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഇത് ഓർത്ത് വെക്കുക. ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിൾസ് വരച്ചിട്ടാണ് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു യൂണിഫോം സർക്കുലർ മോഷനുള്ള ഒബ്ജക്റ്റിൻ്റെ പാത്ത് തന്നിട്ടുണ്ട്. ചോദ്യം റീഡ്രോ ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ. ഈ വസ്തു പിയിൽ നിൽക്കുമ്പോഴുള്ള ഇതിൻ്റെ ആക്സലറേഷൻ്റെയും വെലോസിറ്റിയുടെയും ഡയറക്ഷൻസ് മാർക്ക് ചെയ്യുക. അതാണ് എ പാർട്ട്. 1 മാർക്കിന് ചോദ്യമാണ്. അതെങ്ങനെ ചെയ്യും നോക്കാം. നമ്മളിവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. പി എന്ന പോയിന്റിൽ നിൽക്കുമ്പോൾ ഈ വസ്തുവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും ഇല്ലേ. അത് നമ്മളൊരു വസ്തുവിനെ ഒരു സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കൺട്രോൾ വിട്ട് ആ വസ്തുവിനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ആ വസ്തു ആ ടാൻജൻറ്റിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ. അതായത് അതിന് കാരണം ആ വസ്തുവിൻ്റെ വെലോസിറ്റി അറ്റ് എ ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിലെ ആ സർക്കിളിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും. അതുപോലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്ററിലേക്ക് ഡയറക്റ്റഡ് ആയിരിക്കും. ഇവിടെ ആക്സിലറേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, വെലോസിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ട് നോക്കാം. ഇവിടെ an object moving uniformly in a circular path of radius 12 cm completes 7 revolutions in 100 seconds. ഒരു ഒബ്ജക്റ്റ് 12 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ 100 സെക്കൻഡ് കൊണ്ട് 7 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആ ഒബ്ജക്റ്റിൻ്റെ ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് അഥവാ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട് 7 റെവല്യൂഷൻസ് പെർ 100 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എഫ് എന്നത് 7/100 ആയിരിക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.44 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നതാണ്. അതുപോലെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ഒമേഗയാണ് ലീനിയർ വെലോസിറ്റി. റേഡിയസ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കണം. 12 × 10⁻² ഇൻറ്റു ഒമേഗ. ദാറ്റ് വിൽ ഗിവ് us 5.27 × 10⁻². നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ. 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് സ്പീഡ് ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. തോക്കിൻ്റെയും വെടിയുണ്ടയുടെയും വേഗത തുല്യമാണ്. 2 മൊമെൻ്റ ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. തോക്കിൻ്റെയും വെടിയുണ്ടയുടെയും മൊമെൻ്റം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഒരേ മാഗ്നിറ്റ്യൂഡാണ്, എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മൂന്നാമത്തെ ചോയ്സ് മൊമെൻ്റ ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. തോക്കിൻ്റെയും വെടിയുണ്ടയുടെയും മൊമെൻ്റ ഒരേ മാഗ്നിറ്റ്യൂഡുമാണ്, ഒരേ ദിശയിലുമാണ്. നാലാമത്തെ ഓപ്ഷൻ വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. ഇവിടെ ഒന്നാമത്തെയും നാലാമത്തെയും നമുക്ക് ഡയറക്റ്റായി തന്നെ ഒഴിവാക്കാവുന്നതാണ്. ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും വെലോസിറ്റി ഈക്വൽ ആയിരിക്കില്ല. ഇനി 2 and 3 ഇതിൻ്റെ രണ്ടിൻ്റെയും തോക്കിൻ്റെയും ബുള്ളറ്റിൻ്റെയും മൊമെൻ്റ ഈക്വൽ ആണെങ്കിലും അവയുടെ ഡയറക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ചോയ്സാണ് കറക്റ്റായ ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ബൈ യൂസിങ് എ സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ ആൻസർ. ഫിസിക്സിലെ ഒരു നിയമം ഉപയോഗിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുക. അതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ട്. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ദ മൊമെൻറ്റ ബിഫോർ ഫയറിംഗ് വിൽ ബി ഈക്വൽ ടു ദ മൊമെൻറ്റ ആഫ്റ്റർ ഫയറിംഗ്. ഫയർ ചെയ്യുന്നതിന് മുൻപും ശേഷവുമുള്ള മൊമെൻറ്റ ഈക്വൽ ആയിരിക്കും. ആ ഫോർമുലയും നമ്മൾ ഇവിടെ എങ്ങനെ ഉപയോഗിക്കണം നോക്കാം. ഇവിടെ ഫയർ ചെയ്തതിന് മുമ്പുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്. ഫയർ ചെയ്തതിന് ശേഷമുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും മൊമെൻറ്റത്തിൻ്റെ സമ്മാണ്. ഇതിൽ മൊമെൻറ്റം എന്നത് മാസിൻ്റെ വെലോസിറ്റി. ഇവിടെ സ്മോൾ എം ആൻഡ് സ്മോൾ ബി മാസ് ഓഫ് ബുള്ളറ്റ് ആൻഡ് മാസ് ഓഫ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്നും ക്യാപിറ്റൽ എം ആൻഡ് ക്യാപിറ്റൽ ബി മാസ് ഓഫ് ഗൺ ആൻഡ് വെലോസിറ്റി ഓഫ് ഗൺ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് 0 ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു സ്മോൾ വി പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി എന്ന് എഴുതാം. ഇതിൽ നിന്നും നമുക്ക് ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി ഈക്വൽ ടു മൈനസ് സ്മോൾ എം ഇൻറ്റു സ്മോൾ വി എന്നും ഇതിൽ എം വി ഈക്വൽ ടു പി എന്നായതുകൊണ്ട് പി ഓഫ് ഗൺ, അതായത് മൊമെൻറ്റ ഓഫ് ഗൺ ഈക്വൽ ടു മൈനസ് മൊമെൻറ്റ ഓഫ് ബുള്ളറ്റ് എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ ഈ മൈനസ് സൈൻ എന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും മൊമെൻറ്റാസ് മാഗ്നിറ്റ്യൂഡിൽ സെയിം ആണെന്നും എന്നാൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നും പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബൈ യൂസിങ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഡിറൈവ് ദ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് എ മോണോ ആറ്റോമിക് മാസ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഉപയോഗിച്ച് ഒരു മോണോ ആറ്റോമിക് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്ന കൺസെപ്റ്റാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മോണോ ആറ്റോമിക് ആയതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അതായത് യു ഈക്വൽ ടു 3 ഇൻറ്റു ഹാഫ് കെ ബി ഇൻറ്റു ടി. കെ ബി എന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഫോർ 1 മോൾ നമ്മൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. യു ഈക്വൽ ടു 3/2 ഇൻറ്റു എൻ എ ഇൻറ്റു കെ ബി ഇൻറ്റു ടി. എൻ എ ഇൻറ്റു കെ ബി എന്നത് അവോഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് എന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റായ ആർ. അതായത് യു ഈക്വൽ ടു 3/2 ആർ ടി. ഇനി സി വി സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നത് ഡി യു ബൈ ഡി ടി ആണ്. നമ്മൾ കണ്ടുപിടിച്ച യു, അതായത് 3/2 ആർ ടിയെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3/2 ആർ എന്ന് ലഭിക്കും. ഇനി സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ സി പി എന്നത് സി വി പ്ലസ് ആർ എന്ന റിലേഷൻ ഉപയോഗിക്കുക. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി പി ഈക്വൽ ടു 5/2 ആർ എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്, അതായത് സി പി ബൈ സി വി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ എബവ് വാല്യൂസ് നമുക്ക് ദ റേഷ്യോ ഈക്വൽ ടു 5/2 ആർ ഡിവൈഡഡ് ബൈ 3/2 ആർ ഈക്വൽ ടു 5/3 അഥവാ 1.67 എന്ന് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 17ാമത്തെ ചോദ്യം. ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെയിൻ സ്ട്രെസ് കർവ് തന്നിട്ടുണ്ട്. സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളോട് യങ്സ് മോഡുലസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൊഡ്യൂളിൻ്റെ യങ്സ് മോഡുലസ് ഈ ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കും. ഇവിടെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഗ്രാഫിലെ ഏതെങ്കിലും 2 പോയിന്റ് എടുത്ത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിൽ x1 y1 എന്ന പോയിന്റ് 0,0 എന്ന് എടുക്കുകയാണെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഇവിടെ ഞാൻ രണ്ടാമത്തെ പോയിൻ്റായി ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റിലെ സ്ട്രെസ് എന്ന് പറയുന്നത് 150 × 10⁶ ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002. ഇവിടെ ഈ 10⁶ ശ്രദ്ധിക്കണം. അതായത് ഇവിടുത്തെ സ്ട്രെസ് എന്നത് 150 × 10⁶ ആണ്.
ഇനി ഈ രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ സ്ലോപ്പ് അഥവാ സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. വാല്യൂസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 150 മൈനസ് 0 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 0.002 മൈനസ് 0, അതായത് 7.5 ഇൻറ്റു 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നതാണ്. ഇതിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം ഈസ് 70 ഇൻറ്റു 10⁻9 ആൻഡ് ദാറ്റ് ഓഫ് കോപ്പർ ഈസ് 120 ഇൻറ്റു 10⁻9. അലുമിനിയത്തിൻ്റെ യങ്സ് മോഡുലസ് ആൻഡ് കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് ആണ്. ഇതിൽ സെയിം സ്ട്രെയിൻ ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ആൻ അലുമിനിയം വയർ ആൻഡ് എ കോപ്പർ വയർ ഓഫ് ഈക്വൽ ക്രോസ് സെക്ഷൻ. ഒരു അലുമിനിയം വയറിലും അതേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള കോപ്പർ വയറിലും ഒരേ അളവിൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് വയറിലാണ് കൂടുതൽ ബലം നൽകേണ്ടത് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനോ ഒന്നുമില്ല, ഏതിലാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്നത് സ്ട്രെസ് ടു സ്ട്രെയിൻ റേഷ്യോ ആണ്. സ്ട്രെസ് എന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്, സ്ട്രെയിൻ എന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അതായത് y ഈക്വൽ ടു FL ബൈ A ഡെൽറ്റ എൽ ആണ്. നമ്മുടെ കേസിൽ ഇവിടെ രണ്ട് വയറിനും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് സെയിം ആണ്. അതുകൊണ്ട് y പ്രൊപ്പോർഷണൽ ടു F എന്ന് എഴുതാവുന്നതാണ്. കോപ്പറിൻ്റെ യങ്സ് മോഡുലസ് അലുമിനിയത്തിൻ്റെ യങ്സ് മോഡുലസിനേക്കാൾ കൂടുതലായതുകൊണ്ട് കോപ്പറിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് അലുമിനിയത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഈ സെക്ഷനിൽ ഓരോ ചോദ്യത്തിലും 4 മാർക്ക് വീതമാണുള്ളത്. ഇതിൽ ആദ്യത്തെ 18ാമത്തെ ചോദ്യം, ഫ്രീ ഫോൾ ഈസ് എ യൂണിഫോം ആക്സിലേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രീ ഫോൾ എന്നത് ഒരു യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷനാണ്. അവിടെ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടാകും, വെലോസിറ്റി യൂണിഫോംലി ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുവാനാണ് ആദ്യത്തെ ചോദ്യം. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ y ആക്സിസിൽ വെലോസിറ്റിയും x ആക്സിസിൽ ടൈമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റന്റ് ആയി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഗ്രാഫ് ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ ഒറിജിൻ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കും. ഇനി ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ട് നോക്കാം. ഇവിടെ നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. എ ബോൾ ഈസ് thrown vertically upwards with a velocity of 20 meters per second from the top of a building. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും 20 meters per second വേഗത്തിൽ ഒരു പന്ത് മുകളിലേക്ക് എറിയുകയാണ്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം വേർ ദ ബോൾ ഈസ് thrown is 25 meters from the ground. ഈ പന്ത് മുകളിലേക്ക് എറിഞ്ഞ ആ ബിൽഡിങ്ങിൻ്റെ ഉയരം അല്ലെങ്കിൽ ആ പോയിന്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ചോദ്യം, ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ് ആൻഡ് ഹൗ ലോങ് വിൽ ഇറ്റ് ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ഗ്രൗണ്ട്? ഇവിടെ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തേത്, ഈ പന്ത് എത്ര ഉയരത്തിലേക്ക് പോകും. രണ്ടാമത്തേത്, ഈ പന്ത് ഗ്രൗണ്ടിൽ എത്തുന്നതിന് എത്ര സമയം എടുക്കും. ഇത് രണ്ടും എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ഇവിടെ ഇത്തരം പ്രോബ്ലങ്ങളിൽ ഒരു വിഷ്വലൈസേഷൻ എപ്പോഴും നല്ലതായിരിക്കും. പ്രോബ്ലം കാണുമ്പോൾ ഒരു ചെറിയൊരു ചിത്രം, ആ സിറ്റുവേഷനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ചെറിയൊരു ചിത്രം വരയ്ക്കുന്നത് നമുക്ക് ഇക്വേഷൻസ് എഴുതുന്നതിനും ഡയറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നതിനും എല്ലാം എളുപ്പമായിരിക്കും. ഇവിടെ 25 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുമാണ് പന്ത് മുകളിലേക്ക് എറിയുന്നത്. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബോൾ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആണ്. അതിൽ നിന്നും നമുക്ക് മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബോൾ ഫ്രം ഗ്രൗണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ നിന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആവുന്ന ആ ഒരു മൊമെൻറ്റ്, അവിടെയാണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി. ഈ ഒരു സിറ്റുവേഷനിൽ പന്ത് മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വെലോസിറ്റി കുറഞ്ഞു വെലോസിറ്റി 0 ആകുന്ന ഒരു മൊമെൻറ്റ് വരെ പന്ത് മുകളിലേക്ക് പോവുകയും അതിനുശേഷം താഴേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ v² = u² + 2as എന്ന ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്ക് വി ഈക്വൽ ടു 0 ആണ് ഹയസ്റ്റ് പോയിന്റ് അല്ലേ. ഇവിടെ യുവും ജി യുവും ആക്സിലറേഷനും അതിന് എങ്ങനെയാണ് സൈൻ കൊടുക്കുക എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ മുകളിലേക്കുള്ള വെലോസിറ്റി പോസിറ്റീവ് ആക്കിയെടുക്കുകയാണെങ്കിൽ താഴേക്കുള്ള ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് യു സ്ക്വയർ മൈനസ് 2gh ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിൽ നിന്നും h ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h ഈക്വൽ ടു 20 മീറ്റർ. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ഹൈറ്റ് ആണ്, അതായത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പ്ലസ് h, അതായത് 45 മീറ്റർ. ഇനി ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം, ടൈം ഫോർ ദ ബോൾ ടു റീച്ച് ഗ്രൗണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഈ ഒരു മോഷനെ ഈ ബിൽഡിങ്ങിൻ്റെ റൂഫിൽ നിന്നും തുടങ്ങി അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ പോയി ഗ്രൗണ്ട് വരെയുള്ള ഈ ഒരു മോഷനെ ഒരൊറ്റ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്ത് അതിൽ നിന്നും സമയം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനായി s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിക്കാം. അതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എസ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഇവിടെ വരെ എത്തുമ്പോഴുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഈക്വൽ ടു ഇവിടെ നമ്മൾ മുകളിലേക്കുള്ള വെലോസിറ്റി നെഗറ്റീവ് എന്നെടുക്കുകയാണ്. അപ്പോൾ യു ടി എന്നത് -20t ആകും, എ എന്നത് ജി ആവും. -20t പ്ലസ് ഹാഫ് GT സ്ക്വയർ. ഇവിടെ ജി നമ്മൾ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് ജി ഈക്വൽ ടു 10 എന്ന് അസ്യൂം ചെയ്യാം. ഇത് നമുക്ക് 25 ഈക്വൽ ടു -20t പ്ലസ് 5t സ്ക്വയർ എന്ന ഫോർമുലയിലേക്ക് എത്തിക്കണം. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഈക്വൽ ടു -40 പ്ലസ് ടി സ്ക്വയർ എന്ന് എഴുതാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ, അതായത് ടി സ്ക്വയർ -40 മൈനസ് 5 ഈക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ടി പ്ലസ് 1 ഇൻറ്റു ടി മൈനസ് 5 ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതാവുന്നതാണ്. അതായത് ടി ഈക്വൽ ടു -1 ഓർ ടി ഈക്വൽ ടു 5. സമയം ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് ടി ഈക്വൽ ടു -1 എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് സമയം 5 സെക്കൻഡ്. ഇനി ഇത് ചെയ്യാനുള്ള മറ്റൊരു വഴി എന്നത് നമ്മൾ ഈ ഒരു മോഷനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തേത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഹയസ്റ്റ് പോയിന്റ് വരെ, രണ്ടാമത്തേത് ഹയസ്റ്റ് പോയിന്റിൽ നിന്നും താഴെ. ഈ ഒരു മോഷന് ഇതിൻ്റെ യു എന്നത് 20 ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. രണ്ടാമത്തെ മോഷനിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഇത് ടൈം ടു റീച്ച് ടോപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നതിൽ വി ഈക്വൽ ടു 0 എന്നും എ ഈക്വൽ ടു -g എന്നും കൊടുത്തു കഴിഞ്ഞാൽ യു ഈക്വൽ ടു ജി ടി എന്നും എഴുതാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ടി ഈക്വൽ ടു യു ബൈ ജി എന്നും ടി ഈക്വൽ ടു 2 സെക്കൻഡ് എന്നും കിട്ടും. ഇനി ടൈം ഫ്രം ടോപ്പ് ടു ഗ്രൗണ്ട് അത് കണ്ടുപിടിക്കുന്നതിനായി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നതിൽ നമുക്ക് യു ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. അഥവാ എസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. എസ് ഓർ എച്ച് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതായത് ടി ഈക്വൽ ടു √2h/g. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ടോപ്പ് പോയിന്റിൽ നിന്നും താഴേക്കുള്ള ദൂരമാണ്, അത് 45 ആണ്. അതായത് √2 × 45/10 ഈക്വൽ ടു 3. അപ്പോൾ മൊത്തം സമയം എന്ന് പറയുന്നത് 2 + 3 = 5 സെക്കൻഡ്. രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ ഉത്തരമാണ്. ഏത് രീതിയിൽ നമുക്ക് അടിച്ചു ചോദ്യം നോക്കാം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. പ്രവൃത്തി ചെയ്യുന്ന നിരക്കാണ് പവർ. ഇനി ചോദ്യം എന്നത് എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും ടേംസിൽ പവറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ എഴുതാവുന്നതാണ്. പി ഈക്വൽ ടു F.V അഥവാ FV cos θ. ഇവിടെ പവർ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റാണ് പവർ കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് P ഈക്വൽ ടു F
v cos theta. അടുത്തതൊരു പ്രോബ്ലമാണ്. An elevator carrying the maximum load of 1800 kg is moving up with a constant speed of 2 meter per second. ഒരു എലിവേറ്റർ അഥവാ ലിഫ്റ്റ് അതിൻ്റെ പരമാവധി ലോഡായ 1500 കിലോഗ്രാം വഹിച്ചുകൊണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം വെലോസിറ്റിയിൽ മുകളിലേക്ക് ചലിക്കുകയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിങ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ടു ദ എലിവേറ്റർ. മോട്ടോർ ഈ എലിവേറ്ററിനെ മൂവ് ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന മിനിമം പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ അടുത്ത പാർട്ട് ഈ പവറിനെ ഹോഴ്സ് പവറിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഇത് രണ്ടും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുന്നിൽ എഴുതിയ ഇക്വേഷൻ P = FV cos θ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഫോഴ്സ് ആൻഡ് വെലോസിറ്റി സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് കോസ് θ 0 ആയിരിക്കുകയും P = F × V എന്ന് എഴുതുകയും ചെയ്യാം. ഇവിടെ ഫോഴ്സ് എന്നത് മൊത്തം ഫോഴ്സാണ്. അതായത് ഈ മോട്ടോർ ഇവിടെ രണ്ട് ഫോഴ്സിനെയാണ് ഓവർകം ചെയ്യുന്നത്. ഒന്ന് ഈ ലിഫ്റ്റിലുള്ള ആളുകളുടെ ഭാരം അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിന് രണ്ടിനെയും ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ഈ എലവേറ്റർ മുകളിലേക്ക് റോൾ ചെയ്യുന്നു. അതായത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg പ്ലസ് F ആയിരിക്കും, 22,000 ന്യൂട്ടൺ. ഇനി ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട പവർ എന്ന് പറയുന്നത് F × V. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 22,000 × 2 = 44,000 എന്ന് എഴുതാം. ഇവിടെ യൂണിറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം, 44,000 വാട്ട്. ഇതിലെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഈ പവറിനെ ഹോഴ്സ് പവറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഒരു കൺവേർഷൻ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു കൺവേർഷനാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അതായത് ഒരു വാട്ട് എന്ന് പറയുന്നത് 1/746 ഹോഴ്സ് പവറാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന പവർ എന്നത് 44,000 / 746 HP ആയിരിക്കും. അതായത് 58.9 HP. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എ സോളിഡ് സ്ഫിയർ റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഒരു സോളിഡ് സ്ഫിയർ നിശ്ചലാവസ്ഥയിൽ നിന്നും എച്ച് ഹൈറ്റുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ വിത്തൗട്ട് സ്ലിപ്പിംഗ് റോൾ ചെയ്യുകയാണ്. ഇനി ഒന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ മാസ് m ആൻഡ് റേഡിയസ് r ആണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ഫോർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് 2/5 mr² ആണ്. ഇവിടെ ഇതിൻ്റെയോടൊപ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്സ്, അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ബേസിക് സ്ട്രക്ചേഴ്സ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്, ഇതെല്ലാം പഠിക്കേണ്ട ഭാഗങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ സർക്കുലർ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഒരു സർക്കുലർ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്. അതുപോലെ അതിൻ്റെ ഡയമീറ്ററിനെ കുറിച്ചുള്ളത് mr²/2. തിൻ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പെർപെൻഡിക്കുലർ ടു റോഡ് അറ്റ് മിഡ് പോയിൻ്റ് എന്നത് ml²/12. ഒരു സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പെർപെൻഡിക്കുലർ ടു ഡിസ്ക് അറ്റ് ഇറ്റ്സ് സെൻറ്റർ എന്നത് mr²/2. ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr². ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mr²/2. സോളിഡ് സ്ഫിയറിൻ്റെ
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/5 mr². ഇതെല്ലാം പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ആൻഡ് തിയറം ഓഫ് പാരലൽ ആക്സിസ്, ഇത് രണ്ടും ഇവിടെ ശ്രദ്ധിക്കണം. ഇതിൽ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് എന്താണെന്ന് നോക്കാം. The moment of inertia of a planar body about an axis perpendicular to its plane is equal to sum of its moment of inertia about two perpendicular axes concurrent with perpendicular axis and lying in the plane of the body. അതായത് നമുക്ക് ഒരു ബോഡിയുടെ z ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതേ പോയിന്റിൽ എക്സ് പ്ലെയിനിലും വൈ പ്ലെയിനിലും ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മായിരിക്കും. ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇനി തിയറം ഓഫ് പാരലൽ ആക്സിസ്. The moment of inertia of a body about any axis is equal to the sum of moment of inertia of a body about a parallel axis passing through its center of mass and the product of its mass and the square of the distance between two parallel axes. അതായത് ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറ്റ് എനി ആക്സിസ് എന്ന് പറയുന്നത്, ഒരു ഉദാഹരണത്തിന് ഒരു സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് an axis at the edge, അതിൻ്റെ ഒരു എഡ്ജിലുള്ള ആക്സിസിലൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ പാരലലായിട്ടുള്ളതും അതിൻ്റെ ആ ബോഡിയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതുമായ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ mr² ആഡ് ചെയ്തതായിരിക്കും. ഇവിടെ r എന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ് ആണ്. അതായത് I z dash equal to I z plus mr². ഈ രണ്ട് ഫോർമുലകളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ചെയ്യുന്നതിന്. ഈ ഫോർമുലകൾ ഈ തിയറം നല്ലപോലെ പഠിക്കുക, അതുപോലെ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി ഈ ചോദ്യത്തിലെ അടുത്ത ഭാഗം നോക്കാം. പ്രൂവ് ദാറ്റ് വെലോസിറ്റി വിത്ത് വിച്ച് ദ സ്ഫിയർ റീച്ചസ് ദ ബോട്ടം ഓഫ് ദ പ്ലെയിൻ ഈസ് 1.2√2, അതായത് √2gh. അതായത് നമ്മളോട് ഈ സ്ഫിയർ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ വെലോസിറ്റി 1.2√2gh ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ബോഡിയുടെ ഡയഗ്രാം ഒന്ന് വരയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ h ഹൈറ്റുള്ള ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ നിന്നുമാണ് ഇത് താഴേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² പ്ലസ് ½ iω² ഈക്വൽ ടു mgh, എനർജി കൺസർവേഷൻ. ഇനി ഇതിൽ I അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ തൊട്ട് മുന്നേ സ്റ്റെപ്പിൽ 2/5 mr² എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയെ റെഡ്യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇതിനെ ½ v² ഇൻറ്റു 1 + 2/5 ഈക്വൽ ടു gh എന്ന രീതിയിൽ ഈ ഫോർമുലയെ ചെറുതാക്കി എഴുതാം. ഇതിൽ നിന്നും v² ഈക്വൽ ടു 2gh ഡിവൈഡഡ് ബൈ 1 + 2/5 അഥവാ 2gh ഡിവൈഡഡ് ബൈ 7/5 എന്ന് എഴുതാം. അതായത് v ഈക്വൽ ടു √2gh ഡിവൈഡഡ് ബൈ 7/5. ഇതിൽ √2/7/5 എന്നത് 1.2 ആണ്. അതിനാൽ v ഈക്വൽ ടു 1.2√gh. ഇതിലെ അടുത്ത ചോദ്യം എന്നത് മറ്റൊരു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് എ സ്ഫിയർ അനദർ ഒബ്ജക്റ്റ് ഓഫ് സെയിം മാസ് ആൻഡ് റേഡിയസ് വിത്ത് എ ഡിഫറെൻറ്റ് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ ദ അബവ് എക്സ്പെരിമെൻറ്റ്, will it reach the bottom with the same or different velocity? അതായത് തൊട്ട് മുന്നേ ചെയ്ത സ്റ്റെപ്പിൽ, അതായത് നമ്മൾ h ഹൈറ്റുള്ള പ്ലെയിനിൽ നിന്നും ഒരു സോളിഡ് സ്ഫിയർ ആണ് ഉരുട്ടിവിട്ടത്. അതിന് പകരം ഒരു ഡിഫറെൻറ്റ് ഷേപ്പ് ഉള്ള എന്നാൽ സെയിം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതേ വെലോസിറ്റിയിലായിരിക്കുമോ അത് താഴെ എത്തുക. ഇവിടെ മാസ് സെയിം ആണ്, എന്നാൽ
മാസ് സെയിം ആണെങ്കിൽ പോലും ഈ വസ്തു ഡിഫറെൻറ്റ് ഷേപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വസ്തു താഴെ എത്തുന്ന വെലോസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ എർത്ത്. ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്ന വസ്തുക്കളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം എന്നത് ടൈം പീരീഡ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഈസ്. ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എപ്പോഴും ഒരേ പോയിന്റിൽ തന്നെയായിരിക്കും കാണപ്പെടുക. അതായത് ഇവയുടെ ടൈം ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ദിവസം കറങ്ങാനെടുക്കുന്ന സമയത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hours ആണ്. ഈ ചോദ്യത്തിലെ ബി പാർട്ട് എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2πr/VO, അതായത് ഓർബിറ്റൽ വെലോസിറ്റി. 2πr എന്നത് അതിൻ്റെ ഓർബിറ്റിൻ്റെ ചുറ്റളവാണ്. VO അഥവാ ഓർബിറ്റൽ വെലോസിറ്റി ഈ സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി. അതിനാൽ ടൈം പീരീഡ് എന്നത് 2πr/ ഓർബിറ്റൽ വെലോസിറ്റി. ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റി ഈക്വൽ ടു √gm/r എന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T ഈക്വൽ ടു 2πr/√gm/r എന്ന് എഴുതാവുന്നതാണ്. ഇതിനെ ആറിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോയി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ T ഈക്വൽ ടു 2π/√gm × r⁵3/2 എന്ന് എഴുതാം. ഇനി ഈ ചോദ്യത്തിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷൻ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ് പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ടൈം പീരീഡ് ഈക്വൽ ടു 2π/√gm × r⁵3/2 എന്ന ഫോർമുലയാണ് നമ്മൾ തൊട്ട് മുന്നേ ഡിറൈവ് ചെയ്യുന്നത്. ഇതിന് രണ്ട് ഭാഗത്തും സ്ക്വയർ എടുക്കുകയാണെങ്കിൽ T² ഈക്വൽ ടു 4π²r³ എന്ന് എഴുതാം. അതായത് T² പ്രൊപ്പോർഷണൽ ടു r³. ഇതാണ് കെപ്ലറുടെ തേർഡ് ലോ. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ കെപ്ലറുടെ നിയമങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കെപ്ലറുടെ ഒന്നാമത്തേത്, അതായത് ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദ ഫോക്കൈ ഓഫ് ദ എലിപ്സ്. അതായത് എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ ഈ എലിപ്സിൻ്റെ ഒരു ഫോക്കസിലാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. ഇനി കെപ്ലറുടെ രണ്ടാമത്തെ ലോ, അതായത് ലോ ഓഫ് ഏരിയാസ്. The line that joins any planet to the sun sweeps equal areas in equal intervals of time. അതായത് ലൈൻ ജോയിനിങ് എനി പ്ലാനറ്റ് ടു ദ സൺസ്. നമ്മൾ ഒരു പ്ലാനറ്റിൽ നിന്നും സൂര്യനിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുക. അതാണ് Kepler's law of areas. ഇനി law of periods. The square of the time period of revolution of a planet is proportional to the cube of semi-major axis of the ellipse traced out by the planet. ഈ ലോ ആണ് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തത്. അതായത് സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് semi-major axis of ellipse. T² proportional to r³. അടുത്ത ചോദ്യം, ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. സ്പർശന കോൺ ഡിഫൈൻ ചെയ്യുക.
angle of contact is the angle between tangent at the point of contact and the solid inside the liquid. Waterproofing agents are added to create a dash angle of contact between water and the fibers. അതായത് വാട്ടർ പ്രൂഫിംഗ് വസ്തുക്കൾ ചേർക്കുന്നത് സ്പർശന കോണിൽ എന്ത് മാറ്റം വരുത്താനാണ്. നമ്മൾ വാട്ടർ പ്രൂഫിംഗ് വസ്തുക്കൾ ചേർക്കുന്നതിൻ്റെ ആവശ്യം നനയരുത് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൽ വരുത്തേണ്ട മാറ്റം, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ഏജൻസ് ചേർക്കുമ്പോൾ എന്ത് മാറ്റമാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിന് വരിക, ഇതാണ് ചോദ്യം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് വാട്ടർ പ്രൂഫ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ദ ആൻസർ ഈസ് ടു ഇൻക്രീസ്. ഇനി ഇതിൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് calculate the excess of pressure inside an air bubble of radius 1 mm formed just below the free surface of water. Given surface tension of water is 72 into 10⁻³ നമുക്കിവിടെ പ്രഷർ ഇൻസൈഡ് ആൻ എയർ ബബിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഡെൽറ്റ പി അഥവാ പ്രഷർ ഇൻസൈഡ് എന്ന് പറയുന്നത് 2S/R. ഇവിടെ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആറും നമുക്കറിയാം. ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രഷറിൻ്റെ വാല്യൂ ഈക്വൽ ടു 144 പാസ്കൽ എന്ന് ലഭിക്കും. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, ഒരു ഹോട്ട് റിസർവോയറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിനെ മോഡിഫൈ ചെയ്ത് ഒരു റെഫ്രിജറേറ്ററിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റെഫ്രിജറേറ്ററിൽ കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. നമുക്ക് തന്ന ഡയഗ്രത്തിൽ T2 എന്നത് കോൾഡ് റിസർവോയറും T1 എന്നത് ഹോട്ട് റിസർവോയറുമാണ്. ഇത് റെഫ്രിജറേറ്റർ ആയതുകൊണ്ട് T2വിൽ നിന്നും T1ലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. അതിനുവേണ്ടി വി ഹാവ് ടു ഡു വർക്ക്. സോ ഇവിടെ വർക്കിൻ്റെയും ഹീറ്റ് ഫ്ലോയുടെയും ഡയറക്ഷൻ റിവേഴ്സായി വരും. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് കോവിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. കോവിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് Q2/W ആണ്. ഇവിടെ വർക്ക് ഡൺ എന്നത് Q1 - Q2, അതായത് Q2/Q1 - Q2. ഇത് ഓൾസോ ഈക്വൽ ടു T2/T1 - T2. അടുത്ത ചോദ്യം, ഇൻ ദ ഗിവൻ ഡയഗ്രാം T1 = 900, T2 = 300, Q1 = 6400. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് Q2. ഇവിടെ നമുക്ക് T1, T2, Q1 എന്നിവ തന്നിട്ടുണ്ട്. Q2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് η = 1 - T2/T1 = 1 - Q2/Q1 എന്ന ഫോർമുലയിൽ നിന്ന് T2/T1 = Q2/Q1 എന്ന റിലേഷൻ ഡെറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൽ നിന്നും Q2 നമുക്ക് കണ്ടുപിടിക്കാം. Q2 = 300/900 × 6400, അതായത് 2133.3 J/s. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമുണ്ട്. അതിലൊന്നാമത്തത് 24ാമത്തെ ചോദ്യം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ്സ് ഇംപെൻഡിങ് മോഷൻ. ക്വസ്റ്റ്യൻ എ, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണക്റ്റിംഗ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിത്ത് നോർമൽ റിയാക്ഷൻ. നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രൊപ്പോർഷണൽ ടു ആർ, അതായത് FS പ്രൊപ്പോർഷണൽ ടു ആർ. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് μS ഉപയോഗിക്കുകയാണെങ്കിൽ FS max = μS × R. ഈ റിലേഷനാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ട് നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ശരിയായതാണ്. ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. സോ ദ ആൻസർ ഈസ് 1. ഇതിൽ സി പാർട്ട് ഒരു പ്രോബ്ലമാണ്. എ മാസ് thrust on a horizontal plane. The plane is gradually inclined until at an angle theta with the horizontal.
the mass just begins to slide. Show that the coefficient of static friction between block and surface is equal to tan theta. അതായത് ഒരു മാസ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ച് ആ പ്ലെയിനിൻ്റെ ഹൈറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ്, അതിൻ്റെ ഇൻക്ലിനേഷൻ അണ്ടിൽ ആൻ ആംഗിൾ തീറ്റ. ആ ആംഗിളിലാണ് ഈ മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. അവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ ടാൻ തീറ്റയ്ക്ക് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പ്രോബ്ലം. ഇവിടെ നമുക്ക് ഈ മാസിലുള്ള ഫോഴ്സുകൾ, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ ഫോഴ്സ്, അല്ലെങ്കിൽ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആദ്യത്തെ ഫോഴ്സ് അതിൻ്റെ വെയിറ്റ് ആണ്, mg. mg ഈസ് പെർപെൻഡിക്കുലർ ടു ദ ബോഡി, അല്ലേ? mg ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട്. ഇവിടെ mg എന്നതിന് ഈ പ്ലെയിനിലാണ് ഈ ബോഡി റെസ്റ്റ് ചെയ്യുന്നത് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇവിടെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. സോ നമുക്ക് ഈ mgയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. mg cos theta will be perpendicular to the plane and mg sin theta will be parallel to the ground. ഇവിടെ ബാക്കിയുള്ള ഫോഴ്സുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അക്രോസ് ദ പ്ലെയിൻ, കൂടാതെ നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് എസ് ഈക്വൽ ടു mg sin theta, അതുപോലെ mg cos theta ഈക്വൽ ടു r. ഈ രണ്ട് ഫോർമുലകൾ, ഇക്വേഷൻസ് ആണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇവിടെ എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് μs ഇൻറ്റു ആർ ആണ് എന്ന് നമുക്കറിയാം. അതായത് μs ഇൻറ്റു ആർ ഈക്വൽ ടു എഫ് എസ് മാക്സ്. നമ്മൾ ഈ രണ്ട് ഫോർമുലകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഫ് എസ് മാക്സ് ബൈ ആർ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും. അതായത് എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു μs ഈക്വൽ ടു ടാൻ തീറ്റ. അടുത്ത ചോദ്യം നോക്കാം. ഡിറൈവ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ ദ സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്. ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്, അതുകൊണ്ട് ഇതെന്തായാലും തീർച്ചയായും പഠിച്ചേക്കാം. ഇവിടെ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ മോഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു സർഫസിലെ ഏരിയ A1, ഇവിടുത്തെ പ്രഷർ P1, സ്പീഡ് V1, B എന്ന പോയിന്റ്, അതുപോലെ D എന്ന പോയിന്റിൽ ഏരിയ A2, സ്പീഡ് V2, പ്രഷർ P2 എന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഒരു ചെറിയ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടിയിൽ ഡിസ്റ്റൻസ് മൂവ് ഫ്രം ബി എന്ന് പറഞ്ഞാൽ V1 ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. അതുപോലെ ഡിസ്റ്റൻസ് മൂവ് ഫ്രം പോയിന്റ് ഡി എന്നത് V2 ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഇവിടെ വർക്ക് ഡൺ ഓൺ ഫ്ലൂയിഡ് BC, ഈ ഫ്ലൂയിഡിനെ V1 ഡെൽറ്റ ടി മൂവ് ചെയ്യിക്കുന്നതിന് ആവശ്യമായ വർക്ക് ഡൺ എന്നത് P1 A1 V1 ഇൻറ്റു ഡെൽറ്റ ടി. ഇതിൽ V1 ഡെൽറ്റ ടി എന്നത് ഡിസ്റ്റൻസ് മൂവ്ഡ് ആയതിനാൽ A1 ഇൻറ്റു V1 ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ വി എന്ന് എഴുതാം. ഇനി വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ഓൺ ഡി എന്ന് പറയുന്നത് P2 A2 V2 ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഇവിടെ V2 ഡെൽറ്റ ടി എന്ന് പറയുന്നതും ഡെൽറ്റ വി തന്നെയായിരിക്കും. കാരണം ഈ പോയിന്റിൽ നിന്നും എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണോ മൂവ് ചെയ്യുന്നത് അതേ വോളിയം ഓഫ് ഫ്ലൂയിഡ് തന്നെയാണ് ഇവിടെ മൂവ് ചെയ്യുക. അതുകൊണ്ട് ഇത് P2 ഡെൽറ്റ വി ആയിരിക്കും. ഇനി ഇത് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ആണ്. സോ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് വിൽ ബി മൈനസ് P2 ഡെൽറ്റ വി. അതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് W1 മൈനസ് W2 അഥവാ P1 മൈനസ് P2 ഡെൽറ്റ. ഇനി ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഡെൽറ്റ എം, അതായത് ഡെൽറ്റ ടി ടൈമിൽ മൂവ് ചെയ്യുന്ന
ഫ്ലൂയിഡിൻ്റെ മാസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു വോളിയം, അതായത് റോ ഡെൽറ്റ. ഇനി ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ യു, ദാറ്റ് വിൽ ബി റോ ജി ഇൻറ്റു ഡെൽറ്റ എം ആയിരിക്കും അല്ലേ. ഇവിടെ അതായത് റോ ജി ഡെൽറ്റ വി ഇൻറ്റു എച്ച് ടു മൈനസ് റോ ജി ഡെൽറ്റ വി ഇൻറ്റു എച്ച് വൺ, അതായത് റോ ജി ഡെൽറ്റ വി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വൺ. അതുപോലെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ. എമ്മിന് റോ ഡെൽറ്റ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇൻ പോയിൻറ്റ് 1 ആൻഡ് പോയിൻറ്റ് 2 എന്ന് പറയുന്നത് ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. ഇവിടെ നിന്നും നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി P1 minus P2 into delta V equal to half rho delta V into V2 square minus V1 square plus rho G delta V into H2 minus H1. ഇനി ഈ ഫോർമുല, ഈ ഇക്വേഷന് ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ P1 minus P2 equal to half rho into V2 square minus V1 square plus rho G into H2 minus H1. ഇവിടെ P1 rho V1 റോ എച്ച് വൺ എന്നിവയെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ P2 റോ V2 റോ H2 എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. Figure A and B refer to the steady flow of a non-viscous fluid. Which one of the following two figures is incorrect? ഇതിൽ ഏതാണ് തെറ്റായ ചിത്രം എന്നാണ് ചോദിച്ചത്. ഇതിൽ തെറ്റായത് എ ആണ്. ഇതിന് കാരണം ഫ്ലൂയിഡിൻ്റെ എ ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് അതിൻ്റെ ഏരിയ, ഫ്ലൂയിഡിൻ്റെ ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇവിടെ വെലോസിറ്റി കുറയുമ്പോൾ പ്രഷറും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ കുറവായതുകൊണ്ട് ഹൈറ്റും കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ, ഏരിയ കുറഞ്ഞ ഈ ഒരു പോയിന്റിൽ ഹൈറ്റ് കുറവാണ് വേണ്ടത്. അതുകൊണ്ട് ഫിഗർ എ ഈസ് ഇൻകറക്റ്റ്. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. പ്രൂവ് ദാറ്റ് ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഹെൻസ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് തെളിയിക്കാൻ അത് കഴിഞ്ഞ് ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പെൻഡുലത്തിൻ്റെ, അതായത് ഓരോ സെക്കൻഡിലും ടിക്ക് ചെയ്യുന്ന പെൻഡുലത്തിൻ്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് പെൻഡുലത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കാം ആദ്യം. ഇതാണ് പെൻഡുലത്തിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്. തീറ്റ ആംഗിൾ നിന്നുമാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ടെൻഷൻ ഇൻ ദ റോപ്പ് ഈസ് ടി. ഈ ബോഡി, ഇതിൻ്റെ ഈ പെൻഡുലത്തിൻ്റെ മാസ് എം ജി നേരെ താഴേക്ക് ആക്ട് ചെയ്യും. എം ജിയെ നമ്മൾ കമ്പോണൻസ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ the component that is parallel to tension, ടെൻഷന് പാരലൽ ആയുള്ള കമ്പോണൻറ്റ് നമുക്ക് എം ജി കോസ് തീറ്റ എന്ന് കിട്ടുന്നു. കാരണം ഇത് തീറ്റയാണെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ ഈ ഒരു കമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ ഫോഴ്സ്, ഈ പെൻഡുലത്തിൻ്റെ മോഷന് കാരണമാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റയാണ്. അതിനാൽ നമ്മൾ let's consider the small oscillation. For small oscillation, force will be equal to minus mg into theta. ചെറിയ ഓസിലേഷൻസിനാണെങ്കിൽ നമുക്ക് തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് എഴുതാം. എൽ എന്നത് ഈ പെൻഡുലത്തിൻ്റെ ലെങ്താണ്. അതായത് ഫോഴ്സ് ഈക്വൽ ടു എം എ ആണ്. ഇവിടെ എ ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഇവിടെ ജി ആൻഡ് എൽ ആർ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് എ പ്രൊപ്പോർഷണൽ ടു
മൈനസ് എക്സ്. ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. അതുകൊണ്ട് സിമ്പിൾ പെൻഡുലം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് അടുത്ത ഭാഗം. അതിനായി ഫോർ SHM, ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് എന്ന് നമുക്കറിയാം. അതിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫോർമുലയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു G/L എന്ന് എഴുതാവുന്നതാണ്. അതായത് ഒമേഗ ഈക്വൽ ടു √G/L. ടൈം പീരീഡ് T എന്നത് 2π/ω, അതായത് 2π/√G/L, അതായത് 2π√L/G. ഈ ചോദ്യത്തിൻ്റെ ബി പാർട്ടിലേക്ക് നോക്കാം. ഒരു സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഓരോ സെക്കൻഡിലും ടിക്ക് ചെയ്യുന്ന ഒരു പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണ്. ഒരു സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അതുകൊണ്ട് T ഈക്വൽ ടു 2π√L/G എന്നതിൽ L ഈക്വൽ ടു T²/4π² × G എന്ന് എഴുതി കഴിഞ്ഞാൽ T ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് us L ഈക്വൽ ടു 1 മീറ്റർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റഡി വെൽ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.